പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഉള്ളിൽ അൾത്താരയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവ്, എൻ്റെ ഉള്ളിൽ അത്രമേൽ വലിയ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഈശോയെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ വലയം ചെയ്യണമേ. അങ്ങ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദീപികാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദീപികാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദീപികാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നീ പ്രാർത്ഥിക്കേണ്ടത്, നിന്റെ ജീവിതത്തിൽ നിന്നെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്താണോ അത് സമർപ്പിക്കുക. 1 കൊരിന്തോസ് 10-13 തിരുവചനം ഇതാ ഈ പരിശുദ്ധ അൾത്താര നിനക്ക് സമ്മാനിക്കുകയാണ്. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിനക്ക് നേരിട്ടിട്ടില്ല. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ നിനക്ക് മാത്രമല്ല, അനേകർ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം, പ്രതിസന്ധി, പരീക്ഷ, പ്രലോഭനം, അത് നീ ഒറ്റപ്പെട്ട സംഭവമല്ല. അത് അനേക മനുഷ്യർ കടന്നു പോകുന്നൊരവസ്ഥയാണ്. എന്നാൽ വചനം നൽകുന്ന ഉറപ്പ്, ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അവിടുന്ന് നിന്റെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കുകയില്ല. ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവയെ അതിജീവിക്കാൻ വേണ്ട കരുത്ത് ദൈവം നിനക്ക് തരും. വിശ്വസിക്കൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകാൻ അനുവദിക്കാത്തൊരു ദൈവം എനിക്കുണ്ട്. ഈ ആരാധന മധ്യേ ആ വലിയ കൃപ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയെ പ്രത്യേകം ചേർത്ത് പിടിച്ചുകൊള്ളുക. കാരണം ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ പരിശുദ്ധ മറിയം ഒരു വലിയ തീരുമാനമെടുത്തു. ലൂക്കാസ് വിശേഷം 1:38. അങ്ങേയറ്റം തകർച്ചയുടെ മധ്യത്തിൽ മറിയം ഏറ്റെടുത്ത വലിയ ദൗത്യം, ഇതാ കർത്താവിൻ്റെ ദാസി. ദാസി അഥവാ ദാസൻ എന്നതിൻ്റെ അർത്ഥം, ഇനി മുതൽ യജമാനൻ പറയുന്നത് ഞാൻ ചെയ്തു കൊള്ളാം. ദൈവമേ, അങ്ങയുടെ അടിമയാണ് ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുന്നില്ല, മറിച്ച് ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈ വലിയ തീരുമാനമെടുത്ത മറിയം പിന്നീട് ആകുലപ്പെട്ട് ഭാരപ്പെട്ട് നടന്നതായി വചനത്തിൽ പറയുന്നില്ല. മറിച്ച് വിശ്വസ്തയോടുകൂടെ കുരിശിൻ ചുവട്ടിലും പിന്നീടുള്ള ജീവിത വഴികളിലും ശക്തമായി നിലനിന്നിരുന്ന ഒരു വ്യക്തി. ഈ മറിയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം നീയും തീരുമാനമെടുക്കണം. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ ആകുലത, ഈ പ്രശ്നം, ഈ അസ്വസ്ഥത, എൻ്റെ ഉള്ളിൽ എനിക്കൊരു ബലം ദൈവം തന്നിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിലൊന്നും ഞാൻ വീണു പോകേണ്ട വ്യക്തിയല്ല. ഫിലിപ്പി ലേഖനം 4-6 തിരുവചനം, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രാർത്ഥനയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ, അപേക്ഷകളോടുകൂടെ ദൈവസന്നിധിയിൽ നീ ആയിരിക്കാൻ ഇതാ നിന്നെ പരിശുദ്ധ മറിയം ക്ഷണിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഞെരുക്കം നടന്ന സമയത്താണ് മറിയം സ്തോത്രഗീതം പാടിയത്. ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ മധ്യത്തിൽ നിന്ന് സ്തോത്രഗീതം പാടിയ മറിയം നിന്റെ മേലും എൻ്റെ മേലുമുണ്ട്. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ ഓർത്ത് സ്തുതിക്കുക. നീ ഇന്ന് അനുഭവിക്കുന്ന വിഷമം, ആകുലത എന്താണോ അതിനെ ഓർത്ത് സ്തുതിക്കുക. സാമ്പത്തിക തകർച്ചയുള്ള സഹോദര സഹോദരി, ആ സാമ്പത്തിക തകർച്ച തന്നതിനെ ഓർത്തുകൊണ്ട് സ്തുതിക്കുക. കാരണം ദൈവം അറിയാതെ നിനക്കൊന്നും സംഭവിക്കില്ല. ദൈവം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് മറുവശമുണ്ട്.
മറുവശമുണ്ട്. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ എന്താണ് നിന്റെ ഭാരം? എന്താണ് നിന്റെ കണ്ണുനീര്? ആ കണ്ണുനീര് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇന്ന് കടന്നു പോകുന്ന ഈ സങ്കടത്തെ, ഒറ്റപ്പെട്ട അനുഭവത്തെ, ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളെ കരങ്ങൾ ഉയർത്തി അതൊരു സ്തുതിപ്പായി, കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ, പ്രാർത്ഥനകളോടുകൂടെ, അപേക്ഷകളോടുകൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിനെന്ന് ഇതാ വചനം പഠിപ്പിക്കുമ്പോൾ വിശ്വസിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവജനം ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ആബാപിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, പുത്രനായ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, എല്ലാവരും ഓരാ കരങ്ങൾ ഉയരപ്പെടട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ വിളിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തികളുടെ മേലും വെളിപ്പെടട്ടെ. പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-7 തിരുവചനം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്നു ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും ആലോചനകളെയും എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഓ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഓ കർത്താവേ, ഈ ദൈവജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. കരങ്ങൾ അടിച്ച് കണ്ണുകൾ അടച്ച് വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. ഇതെന്നിൽ സംഭവിക്കട്ടെ. ഓ കർത്താവെ, ബലം പ്രാപിക്കുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും പോരാ, നല്ല കൈയടി, ശക്തിയോടെ. ആമേൻ, ആമേൻ. ഇല്ല ഭീതി എന്നിൽ യേശുവും എന്നെ സൂക്ഷിച്ചിടാൻ യേശു. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ശത്രുബാധ വരുന്നെങ്കിലും ആമേൻ. എന്റെ നാഥൻ മുന്നിലായുണ്ട്. ഇല്ല ഭീതി എന്നിൽ യേശുവും എന്നെ സൂക്ഷിച്ചിടാൻ യേശുണ്ട്. കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, mighty power, mighty anointing സംഭവിക്കട്ടെ. ദൈവജനത്തിന് മേൽ സംഭവിക്കട്ടെ. ആമേൻ. കൈയടിച്ച് കരങ്ങളടിച്ച് ചേർന്ന് ആടി പാടി വിശ്വസിക്കട്ടെ. എന്റെ മേലെ എന്റെ കർത്താവ് ഇടപെടുന്ന സമയം, ഒരു പുതിയ അഭിഷേകം എന്നിൽ വെളിപ്പെടുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രുബാധ വരുന്നെങ്കിലും മുന്നിലായുണ്ട്. എന്നെ സൂക്ഷിച്ചിടാൻ യേശുണ്ട്. ശത്രുബാധ വരുന്നെങ്കിലും മുന്നിലായുണ്ട്. വിശ്വസിക്കുന്നു. എന്നെ സൂക്ഷിച്ചിടാൻ യേശുണ്ട്. വിശ്വസിക്കുന്ന കർത്താവേ, മുന്നിലായുണ്ട്. ഏറ്റെടുക്കുന്ന കർത്താവേ, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആവതോടെ വിളിക്കട്ടെ, ഹൃദയത്തോടെ വിളിക്കട്ടെ. ആരാധന 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 ആരാധന. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനമേ, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പത്രോസ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം, 1 Peter chapter 5 verse 6 and 7. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെയും അവിടുത്തെ ഏൽപ്പിക്കുവിൻ.
അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യെസ്, ഏത് വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിലും പരിശുദ്ധ മറിയത്തെ പോലെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവമേ, ഇതിന്നിൽ സംഭവിക്കട്ടെ. അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യെസ്, ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുക്കട്ടെ. അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എന്നിൽ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എൻ്റെ ദൈവം. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കട്ടെ. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഏറ്റെടുത്തുകൊള്ളൂ. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ദൈവം നിന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോയിരിക്കുമല്ലെന്ന്. നിന്റെ ജീവിതത്തിലെ കണ്ണുനീര് കണ്ട് മാറി നിൽക്കുന്നവനല്ല, മറിച്ച് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ദൈവം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ദൈവമേ, ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഇതെന്നിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അനേകരെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വലിയ അഭിഷേകം അനേകർക്ക് ഒഴുകുന്ന സമയം കൂടെയാണ്. നന്ദി പറഞ്ഞത് സ്വീകരിച്ച് പ്രാർത്ഥിച്ചോളൂ. ദൈവത്തിൻ്റെ ആത്മാവ് അനുഗ്രഹിക്കുകയാണ്. ഓൺലൈൻ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വലിയൊരു സാമ്പത്തിക ഭാരം, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സഹോദര, കർത്താവ് ഒരു വഴി തുറക്കും. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവം എന്നിൽ ഇടപെടും. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ വിശ്വസിക്കൂ. നിങ്ങളുടെ കണ്ണുനീരിലും നിങ്ങളുടെ ദുഃഖത്തിലും കർത്താവിന് ശ്രദ്ധയുണ്ട്, ശ്രദ്ധയുണ്ട്. എത്ര വലിയ തകർച്ചയാണെങ്കിലും കർത്താവ് അത് അനുഗ്രഹമാക്കി മാറ്റും. വിശ്വസിച്ചേറ്റെടുക്കട്ടെ. എന്നിലത് സംഭവിക്കട്ടെ, എന്നിലത് സംഭവിക്കട്ടെ. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ മേലിത് സംഭവിക്കട്ടെ, അനുഗ്രഹം സംഭവിക്കട്ടെ. അലർജി രോഗ പീഡകൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ചൊറിഞ്ഞു തടിക്കുന്ന രോഗപീഡയെ കർത്താവ് ബന്ധിച്ച് പുറത്താക്കുന്നു. നീ ഭാരപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. മകനെ ഓർത്ത് വിഷമിക്കുന്ന അമ്മേ, വിഷമിക്കണ്ട. കർത്താവ് വഴി തുറക്കും. ഈ കണ്ണുനീരിന് ഉത്തരമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശു കൂടെയുണ്ട്. ബോധ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. ശക്തമായ തലവേദനയോടുകൂടി ഇവിടെ ആയിരിക്കുന്ന ചിലരെ കർത്താവ് തൊട്ടനുഗ്രഹിക്കുന്നു. ഓൺലൈനിൽ പങ്കെടുക്കുന്നവർക്ക് ഈ കൃപ ലഭിക്കുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കണം. കർത്താവ് ഇതെന്നിൽ സംഭവിക്കുന്നു. ഈ നടുവിന് ശക്തമായ വേദന, എന്തോ കുനിഞ്ഞ് എടുത്തതിൻ്റെ ഭാഗമായി നടുവ് ഭാഗത്ത് വലിയ വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറയുന്നത്, നീ വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. ഒരു വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ബോധ്യം നൽകുന്നു. വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ആ വ്യക്തിക്ക് കൃത്യമായി സന്ദേശം ഇതാ കൊടുക്കുകയാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശു നിന്നിൽ ഇടപെടുന്നു. യേശു നിന്റെ ജീവിത വഴികളിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതാവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവേ, ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ചോളൂ. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് മേൽ 1 പത്രോസ് 5:6 ആകയാൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവമേ, ഈ വചനത്തിൻ്റെ ശക്തി ഓരോ വ്യക്തിയിലും നിറയട്ടെ. ഏത് ഭാരമാണോ, ഏത് അസ്വസ്ഥതയാണോ, ആ വിഷയത്തിൽ കർത്താവ് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയട്ടെ. സാമ്പത്തിക വരുമാന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോലി തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. സ്ഥലം വിൽപ്പന മേഖലകൾ കർത്താവ് ഇടപെടട്ടെ. വീട് പണി പൂർത്തിയാക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. കർത്താവിൻ്റെ കാരുണ്യം ഒഴുകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കാരുണ്യം ഒഴുകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭിത്തിയിൽ തല അടിയേറ്റതിന് ശേഷം ശക്തമായ തലയ്ക്ക് വേദനയും വിങ്ങനുമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഇതെന്നിൽ സംഭവിക്കട്ടെ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് സൗഖ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം അൾത്താരുടെ മുമ്പിൽ മുട്ടുകുത്തുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 പത്രോസ് 5:6-7 തിരുവചനം എന്തെന്നാൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ.
അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവേൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ചൊരിയപ്പെടട്ടെ. ഈ നാളുകളിലെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഇപ്പോൾ നമ്മൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ കുടുംബത്തിനും നിന്റെ ബന്ധങ്ങൾക്കും മേൽ കർത്താവിൻ്റെ വലിയ ഒരു വഴി തുറക്കുന്ന ആശീർവാദമാണ്. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും